കേരള ചരിത്രത്തിലെ പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ളവയിൽ ഒന്നാണ് കോഴിക്കോട്ടെ മുച്ചുന്തി പള്ളി. പള്ളികളുടെ തറവാട് നഗരമായ കോഴിക്കോട്ടെ പള്ളിയായി കണക്കാക്കപ്പെടുന്ന പള്ളി കൂടിയാണ് മുച്ചുന്തി പള്ളി. കോഴിക്കോട് നഗരത്തിനടുത്ത് തെക്കേപ്പുറം ചെറുചന്തക്ക് സമീപം കുറ്റിച്ചിറ പ്രദേശത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്ടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഉത്തമ നിദർശനം ഒരു കാലത്തെ മതവിജ്ഞാനം കേന്ദ്രം കൂടിയായിരുന്നു മുച്ചുന്തിപ്പള്ളി. മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഉഹുദ് പടപ്പാട്ട് എഴുതിയത് മുച്ചുന്തിപ്പള്ളിയുടെ മുകളിൽ വെച്ചായിരുന്നു. മുച്ചിയൻ എന്ന അറബി വ്യാപാരി നിർമ്മിച്ച ഈ പള്ളിക്ക് നിത്യച്ചെലവ് നൽകിയത് സാമൂതിരി രാജാവാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി പറയുന്നു. ഷിഹാബുദ്ദീൻ റൈഹാൻ എന്ന അടിമകളിൽ നിന്നും മുക്തനായ വ്യക്തി തൻ്റേതു മാത്രമല്ലാത്ത പണം കൊണ്ട് നാട്ടുരാജാവിൽ നിന്നും പതിച്ചു കിട്ടിയ സ്ഥലത്ത് പണി കഴിപ്പിച്ചു എന്ന് പള്ളിയിലുള്ള ശിലകളിൽ കൊത്തിവെച്ച അറബി കലർന്ന പഴയ മലയാളത്തെ വിവർത്തനം ചെയ്ത് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. ചരിത്രലിപിയായ വട്ടെഴുത്ത് ശിലാരേഖകൾ പള്ളിയുടെ ചുമർ പ്രതലങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പള്ളിയിലെ ചില രേഖകൾ സാമൂതിരി രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പതിനേഴാം നൂറ്റാണ്ടുവരെ വിദേശങ്ങളിൽ നിന്നും ദ്വീപുകളിൽ നിന്നും മതപഠനത്തിനായി വിദ്യാർത്ഥികൾ പള്ളിയിൽ വന്നതായി രേഖകളുണ്ട്. കായൽ പട്ടണത്തിൽ നിന്ന് വന്ന സ്വതകുത്തുല്ലാഹിൽ കാഹിരി എന്ന സൂഫി വര്യൻ നിരവധി വർഷം പള്ളിയിൽ താമസിച്ച് മതപ്രബോധനം നടത്തിയതായി ചരിത്രം പറയുന്നു. അത്യപൂർവങ്ങളായ നാണയശേഖരങ്ങളും പള്ളിയിലുണ്ട്.